രാവിലെ ഒരാളെ ഇവിടെ നിന്നുകൊണ്ട് എന്നാ ഒറോട്ടി ഉണ്ടാക്കാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞാൻ കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ചേക്കുക. ഞാൻ വരുമ്പോൾ ഒറോട്ടിക്കാണ് ഉണ്ടാക്കാനിരുന്ന ആൾ ക്യാബേജ് തോരൻ അരിയുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ തന്നെ അമ്മ ക്യാബേജ് തോരനാണോ എന്ന് അരിയുന്നു? തന്നെ അമ്മ ക്യാബേജ് തോരൻ അരിയുവാണോ അമ്മ? എൻ്റെ ചെറുക്കനെ പച്ചക്കറിയൊക്കെ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവൻ അല്ലാതെ കൊടുക്കുന്ന അവനൊരു ബുദ്ധിമുട്ടാണ്. വലിയ ചെറുക്കനാന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാണ്. ഞാൻ അന്നേരം ഇന്നിങ്ങനെ വെറുതെ വിട്ടിരുന്ന് ആലോചിച്ചു, അവന് ചെറുക്കൻ അവൻ എന്നെ ഉണ്ടാക്കി കൊടുക്കും. എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെ? ഞാൻ അന്നേരം ഒരു ശകലം ഗോതമ്പൊടി എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു, അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടു, അതിൻ്റെ കൂടെ ഇച്ചിരി കാബേജ് ഇട്ടു, ഇച്ചിരി ക്യാരറ്റ് ഇട്ടു. അതെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞ് അവൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ അതങ്ങ് തിന്നുമ്പം അവൻ്റെ വയറ്റിൽ പച്ചക്കറിയും ചെല്ലും. അല്ലാതെ അവന് പച്ചക്കറി തന്നെയായിട്ട് ഇപ്പം എന്നെ ഉണ്ടാക്കി കൊടുക്കാണ്ട് വലിയ ഇറക്കലായില്ലേ? അതിങ്ങനെയൊക്കെ അമ്മ സലാഡ് ഉണ്ടാക്കിയാലും അമ്മ മൊത്തം കഴിക്കത്തില്ല, പിന്നെ ബാക്കി ഞാൻ തിന്നുവാണ്. അതിനിവിടെ എന്നെ കളിയായിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഇപ്പോഴും ഏട്ടപ്പോൾ കുഞ്ഞാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അവനിപ്പോഴും കുഞ്ഞല്ലേ, അവർ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കേട് തീർക്കാൻ 2-ാം തീയതി കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഇനി എന്നൊക്കെ ഉണ്ടാക്കണമെന്ന് പരാതിപ്പെട്ടിയായിട്ടാണ് വരുന്നത് 2-ാം തീയതി. നമുക്കിതിപ്പം സാധാരണ ഒറോട്ടി ഉണ്ടാക്കുമ്പം ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും സവോളയും മാത്രം മതി. അതുകൂടി ഇട്ട് ഞെരടി തേങ്ങായും കൂടി ഇട്ട് ഞെരടും. ഇപ്പം ഞാനിതെല്ലാം കൂടെ അരിഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഓരോ ദിവസവും ഓരോ വെറൈറ്റികളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളുണ്ടാക്കും. ഇതൊരു പരീക്ഷണശാല. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് ഇതിനു വേണ്ടി പുറത്ത് ചെന്ന് കുറേ മേടിച്ചുകൊണ്ട് വന്ന് കുഴച്ചുണ്ടാക്കും. ഇതൊക്കെയാണെങ്കിൽ എല്ലാവരും തിന്നോളൂന്നേ, തിന്നും. ഇനിയിപ്പം മഴയും കൂടിയാ, ഇതൊക്കെ തിന്നിട്ട് ജോലിക്ക് പോകാനുള്ളവരാ. ഒരു വരുമ്പോൾ ഇതൊക്കെ കണ്ടിരുമ്പോൾ അവൻ തിന്നോളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. കളർഫുൾ ഓട്ടടയാണ് ഇന്നത്തെ. കളർഫുൾ ഒറോട്ടി. അതെ, കളർഫുൾ ഒറോട്ടി. ഇനി നമ്മൾ കുഴച്ചെടുക്കും അമ്മ. കഴിയുമ്പോൾ ഞാൻ കാണിക്ക് തരാം. ഒറോട്ടി ഞാൻ രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. കളർഫുൾ നാളെ ഒറോട്ടി ഉണ്ടാക്കി ഇന്നും ഒറോട്ടിയാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒറോട്ടിക്ക് ഒരു പ്രത്യേകതയില്ലേ? അന്നത്തെ പോലല്ലേ, ഇന്ന് ഞാൻ നല്ല ഇതുണ്ടോ കുഴച്ചപ്പോൾ തന്നെ കണ്ടോ, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ക്യാബേജ് എല്ലാം പച്ചക്കറി എല്ലാം ഇട്ടാ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? കണ്ടോ, കളർഫുൾ ഒറോട്ടി. ഇതാകുമ്പം പിള്ളേർക്ക് ഒറോട്ടിയല്ലേ അവർ കഴിച്ചോളും. പച്ചക്കറി അവർ വയറ്റി ചെല്ലും. പിള്ളേരാണേലും വലിയവരാണേലും എല്ലാവരും. അതുകൊണ്ട് ഇതേ രാവിലെ ഒറോട്ടി ഉണ്ടാക്കി. ഇനി ഇതിനകത്ത് ഞങ്ങളൊരു മുളകും കൂടെ അങ്ങോട്ട് ചാരിക്കും. സവോളയൊക്കെ അരിഞ്ഞിട്ട് ഒരു മുളക് ചാരിച്ചേ കൊടുത്ത് എല്ലാവരും വായോ രാവിലെ ഒറോട്ടി കഴിക്കാം.